ലാൽകുമാർ, മതേതരത്വത്തിന്റെ കാര്യത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ. താങ്കളാണ് വർഗീയതയുടെ കാര്യം എടുത്തിട്ടത്, അതിലേക്കാണ് ഇപ്പോൾ AG ജോർജ് വന്ന് നിൽക്കുന്നത്. അദ്ദേഹം പറയുന്നു ഇത്രയധികം മാതൃകാപരമായി വർഗീയതയ്ക്കെതിരെ നിൽക്കുന്നൊരു സംവിധാനമില്ല, ഈ കാര്യത്തിൽ വെറുതെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ്. ഇതൊക്കെയാണ് പ്രൊഫസർ AG ജോർജ് ഇപ്പോൾ പറയുന്നത്. ബാക്കി താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്താണ് മറുപടി അഡ്വക്കേറ്റ് ലാൽകുമാർ? 36 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ചർച്ച കൂടെ നമുക്ക് നടത്തണം. ശരി ലാൽകുമാർ, അദ്ദേഹം സംസാരം നിർത്തിയാൽ ഞാൻ തുടങ്ങാം. പറഞ്ഞോളൂ. ഇവിടെ ജോർജ് സാർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് 2-3 കാര്യങ്ങൾക്ക് ആദ്യം തന്നെ മറുപടി അങ്ങ് പറയാമെന്ന് തോന്നുന്നു. അതാണ് ഏറ്റവും പ്രസക്തമായി വന്നിരിക്കുന്നത്. SIR-മായി ബന്ധപ്പെട്ട വിഷയം സംസ്ഥാനത്തും വ്യാപകമായി സർക്കാർ അല്ലെങ്കിൽ UDF ഉപയോഗിച്ചിട്ടില്ലല്ലോ, എന്നുവെച്ചാൽ ഈ പറയുന്ന രീതിയിലൊരു ചർച്ച വന്നില്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതെല്ലാം മുസ്ലിം പോക്കറ്റ്സിലാണ് സാർ നടന്നിട്ടുള്ളത്. ഞാൻ അതുകൊണ്ടാണ് മലബാറിൽ പ്രത്യേക ഏരിയകൾ എന്ന് ഞാൻ പറഞ്ഞത്. അതിന് കാരണം എന്താ? വളരെ സൈലൻ്റായിട്ട് ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ചാനൽ ഡിബേറ്റുകളിൽ വന്നിരുന്ന് ചാനലുകളിൽ കൂടെ വോക്കലായി സംസാരിച്ച ഒരു വിഷയത്തെക്കുറിച്ചല്ല നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. വീടാന്തരം കയറി വർഗീയത പറഞ്ഞതിനെക്കുറിച്ചും വീടാന്തരം കയറി അവരുടെ മനസ്സിലേക്ക് തീയിട്ടതിനെക്കുറിച്ചും അതുവഴി നമുക്ക് കിട്ടിയ ഫീഡ്ബാക്കിനെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഒരു ചാനലിൽ KPCC പ്രസിഡന്റ് പറഞ്ഞെന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെക്കുറിച്ചോ അല്ല. കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കുക മാത്രമല്ല, ഇപ്പുറത്ത് തിരിച്ചൊരു റിവേഴ്സ് പോളറൈസേഷൻ നടക്കുകയും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. ഇവർ പ്രതീക്ഷിക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ പോലും, എന്നുവെച്ചാൽ ന്യൂനപക്ഷം എന്ന് പറയുന്ന അവർ ഈ പ്രാവശ്യം ഉദ്ദേശിച്ചിരുന്ന ഇക്വേഷൻ മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും ഒരുമിച്ച് കൂട്ടത്തിൽ നിർത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ നിർത്തുകയും ഹിന്ദു വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. കാര്യം BJP കുറേ ഹിന്ദു വോട്ടുകൾ പിടിച്ചുകൊണ്ട് പോകും, CPM വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനെ കളിച്ച കളിക്ക് നിങ്ങൾക്ക് വോക്കലാകാൻ പറ്റില്ല. വോക്കലായാൽ നിങ്ങളുടെ പരിപാടി നടക്കില്ല. അപ്പം സെൻട്രൽ ട്രാവൻകൂറിലേക്ക് വരുമ്പം ഈ SIR-നെ കുറിച്ചും ഇതിൻ്റെ ഭീതിയെക്കുറിച്ചും ഇതിൻ്റെ അപകടത്തെക്കുറിച്ചും പറയില്ല. അതേ സ്ഥാനത്ത് മുസ്ലിം പോപ്പുലേഷൻ്റെ അടുക്കൽ കൃത്യമായി കോഴിക്കോട് ഈ പറയുന്ന മലപ്പുറത്ത് ഇത് തീകോരി വാരി ഇട്ടിട്ടുണ്ട്, കാസർഗോഡ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം വളരെ ടാക്റ്റിക്കലായിട്ട് നടത്തിയിരിക്കുന്ന ഒരു അപ്രോച്ചാണത്. അടുത്ത വിഷയം, എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. അത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. വോട്ട് ചെയ്ത് ഇറങ്ങി വരുന്ന, താങ്കൾ സൂചിപ്പിച്ചതുപോലെ വോട്ട് ചെയ്തിട്ട് ഇറങ്ങി വരുന്ന ആളോട് ചോദിക്കുന്ന ചോദ്യത്തിനെയാണ് നമ്മൾ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്ന ആളോട് ചോദിക്കുന്നതിനെയാണ് എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്. ആ ഇറങ്ങി വരുന്ന ആൾ പറയുന്നു പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകേണ്ടതെന്ന് പറയുന്ന ആൾ അയാൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അതിനകത്തൊരു ഡിസ്ക്രിപ്പൻസി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഡിസ്ക്രിപ്പൻസി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ്. പിന്നെ അടിസ്ഥാനപരമായി നോക്കൂ, ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. കേരളത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം, ശബരിമലയുടെ അന്വേഷണം അതൊക്കെ പോട്ടെ, അതിനൊക്കെ കള്ളത്തരം കാണിച്ചവരെയൊക്കെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ വലിയ പ്രചരണം നടത്തി. അതിൻ്റെ ഭാഗം ഞാൻ വിടുകയാണ്. അതല്ലാതെ ഈ പറയുന്ന ശബരിമല സംഗമം എന്ന് പറയുന്നൊരു കാര്യം ദേവസ്വം ബോർഡ് നടത്തി. ആ സംഗമത്തിൽ പോയ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച്, വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതുമായി ബന്ധപ്പെട്ട പ്രചരണം, ആ പ്രചരണം സാർ നോക്കിയാൽ മനസ്സിലാവും. സദേൺ കേരളയിലേക്ക് ആ പ്രചരണം ഇല്ല. ഏറ്റവും കൂടുതൽ കത്തിച്ചു നിർത്തിയ മലബാറിലാണ്. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ എറണാകുളം കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള, എന്നുവെച്ചാൽ എറണാകുളം കഴിഞ്ഞ് സൗത്തിലോട്ടുള്ള തിരുവനന്തപുരം വരെയുള്ള ഒരു നേതാവും വെള്ളാപ്പള്ളി നടേശനെ ഈ കാറെ കയറ്റിയതുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം ഇറക്കിയിട്ടില്ല. UDF കൺവീനർ അന്ന് പരാമർശം ഇറക്കിയിട്ടില്ല. ഈ പറയുന്ന മലബാറിലോട്ടുള്ള അല്ലെങ്കിൽ വയനാട്ടിലുള്ള സിദ്ദിഖും മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരുമാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെന്താ ഇവർ പറയാത്തേ? കോൺഗ്രസിൻ്റെ അഭിപ്രായം അതായിരുന്നു എങ്കിൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണ്, വർഗീയ വിഷമാണ്, അതുകൊണ്ട് ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് എന്ന് കോൺഗ്രസ് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, രമേശ് ചെന്നിത്തല പറയുകയും ചെയ്തു, ഞാനാണെങ്കിലും ഞാൻ പറഞ്ഞില്ല. കറക്റ്റ്. അപ്പം ഇവർ ചെയ്ത തന്ത്രം മലബാറിൽ, ഞാൻ പറഞ്ഞത് കോഴിക്കോട് അങ്ങോട്ടുള്ള മണ്ഡലങ്ങൾ, അങ്ങോട്ടുള്ള ജില്ലകളിൽ അവർ വേറൊരു മെത്തേഡ് ഡിപ്ലോയ് ചെയ്തു, ഇങ്ങോട്ടുള്ളിടത്ത് മറ്റൊരു മെത്തേഡ് ഡിപ്ലോയ് ചെയ്തു. ഇത് നമ്മുടെ സംസ്ഥാനത്ത് നടന്ന കാര്യമാണ്. അതിനകത്ത് നാളെ തിങ്കളാഴ്ച വോട്ടെണ്ണി ജയിക്കുമ്പം തോക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമേ അല്ല നമ്മൾ പറയുന്നത്. ജയിച്ചാലും തോറ്റാലും, ഞങ്ങൾ ജയിച്ചാലും നിങ്ങൾ ജയിച്ചാലും അപകടം നിങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അത് ഇവർ കളിച്ച കളി, ബംഗാളിൽ എന്താണോ മമതാ ബാനർജി കളിച്ചത് ആ കളി,
രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അതുതന്നെയാണ് മുസ്ലിം പോപ്പുലേഷനെ ഒന്നിച്ച് നമ്മുടെ ഭാഗത്തു നിന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം. ബംഗാളിൽ ഇത് സംഭവിച്ചത് എന്താ സംഭവിച്ചെന്നറിയോ? ബംഗാളിൽ ഈ പറയുന്ന മുസ്ലിം പോപ്പുലേഷൻ CPM-ന്റെ കൊടക്കീഴിൽ നിന്നപ്പം അവർ മതനിരപേക്ഷതയുടെ ഒരു ഐഡന്റിറ്റി അവർക്കുണ്ടായിരുന്നു. മമതാ ബാനർജിയുടെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്താ? അവർ പെട്ടെന്ന് മതവാദികളും മതത്തിൻ്റെ ഐഡന്റിറ്റിയും വന്നു. സംഭവിച്ചത് അപ്പുറത്ത് BJPക്ക് വലുതായിട്ട് ഗ്രോ ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടായി. അതുണ്ടായി. അപ്പം ഈ പറയുന്ന മതത്തിൻ്റെ ഐഡന്റിറ്റി വെച്ച് കോൺഗ്രസ് കളിച്ചിട്ടുണ്ടോ? ആ കളിയുടെ അപകടം എവിടെയാണെന്ന് വെച്ചാൽ തിരിച്ചിപ്പുറത്ത് നോക്കൂ. ഒരു മുസ്ലിം എന്ന് പറയുന്ന കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം എടുക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചർച്ച വന്നതിനകത്ത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയ്ക്കകത്ത് നമ്മൾ കേട്ടാൽ മനസ്സിലാവും, KC വേണുഗോപാലിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് അധികാരത്തിൽ കോൺഗ്രസ് എത്തിയാൽ VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ പാടില്ല. കാരണം VD സതീശൻ ജമാഅത്തുമായിട്ട് കോംപ്രമൈസ് ചെയ്തതാണ്. അത് യഥാർത്ഥത്തിലുള്ള കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിനെ സാരമായി ബാധിക്കുന്ന ഒരു സാഹചര്യം വരും. അത് മുസ്ലിം ലീഗിനും ജമാഅത്തേക്കും, മുസ്ലിം ലീഗ് ഓൾറെഡി ജമാഅത്തയുടെ കക്ഷത്തിലായിരിക്കുന്നത്, അങ്ങനെ സറണ്ടർ ചെയ്തൊരാൾ നമുക്ക് UDFന്റെ വോട്ട് ബാങ്ക് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും. ക്രിസ്ത്യൻ വോട്ടുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ഹിന്ദു വോട്ടുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് VD സതീശൻ പറ്റില്ല. നോക്കൂ, കേരളത്തിൽ VD സതീശൻ മുഖ്യമന്ത്രിയാണെന്ന് ആദ്യം കോൺഗ്രസ്സുകാർ പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ലീഗാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ കിടക്കുന്ന ലീഗ് അതിനുവേണ്ടി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരൻ MLA പോലും ഇതൊരു എക്സസ് ചെയ്യുന്ന ആൾ പോലും VD സതീശൻ്റെ പേര് പറഞ്ഞിട്ടില്ല. പറയാറുന്നവർ പറഞ്ഞിട്ടുണ്ട്. അവർ പോലും പറയാത്ത വിഷയത്തിനകത്ത് ലീഗ് കയറി പറയുകയാണ്. ഒരു കാര്യം കൂടെ, അതുപോലെ തന്നെ VD സതീശന് വേണ്ടി ഏറ്റവും ഫ്രണ്ട് ഫുട്ടിൽ ഇറങ്ങി ബാറ്റ് ചെയ്യുന്ന ഏതാണ്? മാധ്യമമാണ്. മാധ്യമം എന്ന് പറഞ്ഞാൽ മാധ്യമം ചാനലിനെ കുറിച്ചും മാധ്യമം പത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ പിടികൊടുക്കപ്പെട്ട VD സതീശന് വേണ്ടി വാദിക്കുന്ന മാധ്യമത്തിനെയാണ് നമ്മൾ കണ്ടത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, ക്ഷമിക്കണം, അത് പറഞ്ഞു തന്നെ പോകണം. കേരളത്തിൽ ഇന്നലെ, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നൊരു കാര്യമൊന്നുമല്ല, കേരളത്തിൽ മനോരമ ചാനലിൽ ഒരു വാർത്ത, ഒരു ഓൺലൈൻ വാർത്തയാണ്. പിണറായി വിജയൻ മടങ്ങുന്നു കണ്ണൂരേക്ക്. അദ്ദേഹം കുനിഞ്ഞു നിൽക്കുന്നൊരു ഫോട്ടോ. എന്താ? തെരഞ്ഞെടുപ്പ് റിസൾട്ട് കാക്കാതെ അദ്ദേഹം മടങ്ങുന്നു. ഞാൻ മനസ്സിലാക്കിയത് പിണറായി വിജയൻ കഴിഞ്ഞ പ്രാവശ്യവും വീട്ടിൽ പോയിരുന്നു തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ നോക്കിക്കണ്ടത്. അദ്ദേഹം അവിടുത്തെ കണ്ണൂരായിരുന്നു, തിരുവനന്തപുരത്തായിരുന്നില്ല. അദ്ദേഹം ആ റിസൾട്ട് വന്നതിന് ശേഷം കണ്ണൂരാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. അതെ, അദ്ദേഹത്തിന്റെ പതിവ്, ഈ പതിവിനെ ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന വൃത്തികേട് എന്താണ്? ആ ഫോട്ടോ കുനിഞ്ഞ് എന്നാൽ തിരുവനന്തപുരത്തു നിന്ന് അദ്ദേഹം മടങ്ങുന്നു. എന്താ ഇനിയും തിരിച്ചു വരാത്ത രീതിയിൽ? അത് നമുക്ക് തിരുത്തി പറയാം. അദ്ദേഹം വാർത്താ സമ്മേളനം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടത്താൻ വേണ്ടി കണ്ണൂരേക്ക് പുറപ്പെട്ടു എന്നായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. ഇതാണ് ലാൽകുമാറിന്റെ അഭിപ്രായം.